സാർ, ഈ ന്യൂയോർക്കിലെ സിറ്റി മേയറായിട്ടുള്ള എറിക് ആഡംസ് ഫെഡറൽ അദ്ദേഹത്തിന് ഒരു അഴിമതി അന്വേഷണത്തിൽ കുറ്റൊക്കെ ചുമത്തിയിരിക്കുകയാണല്ലോ. ഇത് ഏതെങ്കിലും വിധത്തിൽ ഈ തുർക്കിക്ക് വഴിവിട്ട എന്തെങ്കിലും സഹായം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ? എന്തെങ്കിലും ഒരു അവസ്ഥ? അതെ, അദ്ദേഹം കാശ് വാങ്ങിച്ചിട്ട്, കോഴയൊക്കെ വാങ്ങിച്ചിട്ട് തുർക്കിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കോടതിയിൽ കുറ്റപത്രം കൊടുത്തിട്ടുമുണ്ട്. ന്യൂയോർക്ക് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു മേയർ ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വഷളനായി അത് പതിച്ചു പോകുന്നത്. മാത്രമല്ല, റെയ്ഡൊക്കെ നടന്നിരുന്നു വീട്ടിൽ. എന്നിട്ട് കമ്പ്യൂട്ടർ, ഐപാഡ് ഇതൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു. എന്ത് വലിയ നാണക്കേടാണ്. എന്നാൽ ഇത് വലിയ കോടിക്കണക്കിന് കോഴയൊന്നും ഇതിൽ വന്നതായിട്ട് ഇതുവരെയുള്ള രേഖകളിൽ കാണുന്നില്ല. ചെറിയ ചെറിയ കോഴകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ 2021 മേയർ പ്രചാരണ കാലത്ത് കോഴ വാങ്ങിച്ചു. ഫണ്ട് വിദേശത്തു നിന്ന് ഫണ്ട് മേടിക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ വിദേശത്ത് നിന്ന് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നു കഴിഞ്ഞാൽ അറിയുമല്ലോ വിദേശത്ത് നിന്ന്. അപ്പോൾ അതിന് വളഞ്ഞ വഴി, കുറുക്കു വഴികൾ. അപ്പോൾ 2021 മേയർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് തുർക്കിയിലെ പല ആളുകളിൽ നിന്നും കാശ് മേടിച്ചു, പൗരന്മാരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ കുറ്റപത്രത്തിൽ കാണുന്നുണ്ട്. തുർക്കി ഉദ്യോഗസ്ഥന്മാർ, ബിസിനസ്സുകാർ, അവരുടെ കയ്യിൽ നിന്നൊക്കെ പല ആനുകൂല്യങ്ങളും പറ്റിയിട്ടുണ്ട്. ചില നിർമ്മാണ കമ്പനികൾ വഴി തുർക്കിയിലെ ഫണ്ട് പറ്റി. അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യും, ഇത് തുർക്കിയിൽ നിന്ന് മറ്റ് ഭരണകൂടത്തിൻ്റെ ഫണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും അറിയും. FBI-യും CIA ഒക്കെ ഉള്ള സ്ഥലമല്ലേ. അതുകൊണ്ട് വളഞ്ഞ വഴിക്ക്, കുറുക്കു വഴിക്കൊക്കെയാണ് ഇയാളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആരോപണത്തിൽ പെടുന്ന ആദ്യത്തെ സിറ്റിംഗ് മേയറാണ് ഈ ആഡംസ്. അപ്പോൾ ഈ വർഷം ആദ്യം റെയ്ഡ് നടന്നിരുന്നു വീട്ടിലും ഓഫീസിലും. ഫോണ്, ഐപാഡ്, അതായത് മൊബൈൽ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പരിശോധനയൊക്കെ കഴിഞ്ഞ് ഫോറൻസിക് പരിശോധനയൊക്കെ നടക്കുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ശരിക്കും പിടിച്ചിരിക്കുന്നത്. 3 സഹായികളുടെ വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു. ഇയാളിത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയ പകപോക്കൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 2025 വീണ്ടും മേയറാകാൻ ഇയാൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ശരിക്കും ഇനി ആ കുറ്റപത്രത്തിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളൂ. എന്നാലും വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ട്. $1,00,000 വരുന്ന, അതാണ് ഞാൻ ഈ ചെറിയ തുകകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നതെന്ന് പറഞ്ഞു. $1,00,000 വരുന്ന സമ്മാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് കൂടുതലും യാത്രകൾ. ഈ വിമാനത്തിൽ സാധാരണ ബുക്ക് ചെയ്തിട്ട് ഇത് പിന്നെ അപ്ഗ്രേഡ് ചെയ്യും ടിക്കറ്റ്, ബിസിനസ് ക്ലാസ് അതിലേക്കൊക്കെ. അങ്ങനെ അത്. 2, ഈ ഹോട്ടലുകളിൽ പോയി താമസിക്കും, മുന്തിയ ഹോട്ടലുകളിൽ. ഇങ്ങനെ അതെന്തിനാണ് അവിടെയൊക്കെ പോയി താമസിക്കുന്നതെന്നൊക്കെ ഉള്ളത് വലിയ സംശയാസ്പദമായ കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ തുർക്കി പൗരന്മാർ. പിന്നെ തുർക്കിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പേര് ഇപ്പം കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാകാമെന്ന് സംശയമുണ്ട്. അപ്പോൾ സർക്കാർ തലത്തിലും ചില കോഴവാങ്ങലും ഒക്കെ നടന്നതായിട്ടാണ് കാണുന്നത്. ഇയാൾ ചെയ്ത ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ന്യൂയോർക്കിലെ തുർക്കിയുടെ കോൺസുലേറ്റ് ഉണ്ടല്ലോ, ആ കോൺസുലേറ്റ് ഈ ഫയർ പരിശോധന നടത്താതെ തന്നെ എർദോഗന് വന്നിട്ട് ആ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഈ അഗ്നിശമന വകുപ്പിനെ വിളിച്ചിട്ട്, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് വരട്ടി, താൻ ഇപ്പോൾ അനുമതി തന്നില്ലെങ്കിൽ ഈ പരിശോധനയൊക്കെ നടത്തി എന്നും പറഞ്ഞിട്ട് കടലാസ് തരണം, നടത്താതെ. എന്നിട്ട് താൻ അത് ചെയ്തില്ലെങ്കിൽ താൻ പിന്നെ ആ ജോലിയിൽ കാണില്ല എന്ന് പറഞ്ഞ് വരട്ടിയിട്ടാണ് ചെയ്തതെന്ന് അയാളുടെ മൊഴിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സുരക്ഷാ നിയന്ത്രണങ്ങൾ അപ്പോൾ നോക്കിയിട്ടില്ല എന്നർത്ഥം ആ കോൺസുലേറ്റിൽ. ഇവർ പോയിട്ട് പരിശോധിച്ചാലേ അവിടെ ബോംബ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ അഗ്നിബാധ ഉണ്ടായാൽ എന്നൊക്കെ ഉള്ളതൊന്നും നോക്കിയിട്ടില്ല. ആഡംസ് മുമ്പ് പോലീസിൽ ക്യാപ്റ്റൻ ആയിരുന്നു. അതിപ്പോൾ പോലീസിൽ കുറച്ച് ബന്ധമൊക്കെ കാണുമല്ലോ. സഹായത്തോടെ ആയിരിക്കും ചെയ്തിരുന്നത്. ചില പോലീസുകാരൊക്കെ ഇങ്ങനെ പെരുമാറുകയും ചെയ്യുമല്ലോ. ഈ അധോലോക ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും.
5 കുറ്റങ്ങളാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ബാങ്ക് തട്ടിപ്പ്, കോഴ, പ്രചാരണത്തിന് പണം മേടിക്കൽ, വിദേശത്ത് നിന്നുള്ള കോഴ, ഇങ്ങനെ 5 കാര്യങ്ങളാണ്. 57 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഹോട്ടല്, പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ, ആഡംബര ഭക്ഷണം, വിമാനത്തിൽ ഈ ക്ലാസ് അപ്ഗ്രേഡ് ചെയ്യൽ 2016 മുതൽ മേയറാകുന്നതിന് മുമ്പേ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അന്ന് ബ്രൂക്ലിനിൽ ന്യൂയോർക്ക് ബറോയുടെ പ്രസിഡൻ്റായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ആ പദവി വെച്ചുകൊണ്ട് തന്നെ തുടങ്ങിയതാണ്. അത് മേയറായിട്ട് നിർത്തിയില്ല, തുടങ്ങി വന്നു. ഇസ്താൻബുളിൽ, തുർക്കിയുടെ തലസ്ഥാനം ഇസ്താൻബുളിൽ സെൻറ്റ് റെജിസ് ഹോട്ടലിൽ ബെൻലി റൂമിൽ താമസിച്ചതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു സ്വീറ്റ് ആയിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ സാധാരണ മുറിയായിരിക്കില്ല, 2-3 മുറി പോലെ ഉള്ള ഒരു സ്ഥലമായിരിക്കും സ്വീറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്നിട്ട് അവിടെ താമസിച്ചിട്ട് സാധാരണ അതിന് ഒരു ദിവസം $7,000 വരും. ഇയാൾ 2 ദിവസം താമസിച്ചിട്ട് $600 കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഹോട്ടൽ ഇയാൾക്ക് ഇളവ് ചെയ്തു കൊടുത്തത് എന്തിന്? അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ കാര്യങ്ങളുണ്ട്. ഇയാൾ എന്തൊക്കെയോ തുർക്കിക്ക് ചെയ്തു കൊടുത്തത് കൊണ്ട്, അങ്ങോട്ടുള്ള ഉപകാരസ്മരണയായതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണിത്. 2021 മേയർ പ്രചാരണത്തിന് ഫണ്ട് വന്നിട്ടുണ്ട്. അത് ഈ സ്ട്രോ ഡോണർ എന്ന് പറയുന്ന പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗൗതമിൻ്റെ പണം എടുത്തിട്ട് ഗൗതമിന് ഇത് വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചിട്ട് ഞാൻ ഇയാൾക്ക് മേയർ പ്രചാരണത്തിന് ഇങ്ങനെ കൊടുക്കുന്ന ആളുകളെ വ്യാജമായിട്ട് ഉണ്ടാക്കുന്ന പരിപാടി, അതാണ് സ്ട്രോ ഡോണർ എന്ന് പറയുന്ന പരിപാടി. അങ്ങനെയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ചില ആളുകൾ സ്വന്തം പേരിൽ വേറെ ആളുകളുടെ പൈസ മേടിച്ചിട്ട്, അതായത് ഈ ഡ്രൈവർമാരെയൊക്കെ ബിനാമിമാരാക്കില്ലേ ചില ആളുകളൊക്കെ, വലിയ മന്ത്രിമാരും ഒക്കെ. അപ്പോൾ കുറെ കഴിയുമ്പോൾ സുഖമില്ലെങ്കിൽ ഈ ബിനാമി തന്നെ കൊണ്ടുപോകും. അങ്ങനെ ചില കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു ഇയാൾ. അതിന് ഈ ഫേക്ക് വ്യാജമായ പേപ്പർ ട്രെയിലുകൾ, എനിക്ക് ഇന്നിടത്താന്ന് കിട്ടിയെന്നുണ്ടാക്കാനായിട്ട് വ്യാജമായിട്ട് ഈ രസീതുകൾ, ഇതൊക്കെ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പണം ഞാൻ ഇനി ശരിയാണ് ഇന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇനി പണം കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്താനായിട്ട് വ്യാജ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടാക്കുക. പിന്നെ പണം കൊടുക്കുന്നു വരുത്തുക. ഇനി ഞാൻ ഇന്ന ദിവസം തരാൻ കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമെയിൽ അയക്കുക. ഇങ്ങനത്തെ പരിപാടിയൊക്കെ വെറുതെ തട്ടിപ്പ് പരിപാടികളാണ്, ഈ അന്വേഷകരെ പറ്റിക്കാനുള്ള പരിപാടി. പിന്നെ വയർ ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. $2,000, അതാണ് ഞാൻ ചെറിയ തുകകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. $2,000 ഇയാൾ വെച്ച് വാങ്ങിച്ചിട്ട് ഈ ഫൈനാൻസിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇനി ഭാവിയിൽ രക്ഷപ്പെട്ടു വരാൻ സാധ്യതയുള്ള രാഷ്ട്രീയക്കാർക്ക് സംഭാവനകൾ കൊടുക്കുക, അങ്ങനത്തെ ഒരു പ്രോഗ്രാം പദ്ധതി ഇയാൾ നടപ്പാക്കിയിരുന്നു. അത് ന്യൂയോർക്കിൽ ന്യൂയോർക്കിലെ പൗരന്മാർ എത്ര പൈസ കൊടുക്കുന്നുണ്ടോ അതിന് ആനുപാതികമായിട്ട് ഈ ഫണ്ടിൽ നിന്നും ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇതൊക്കെ വ്യാജ പരിപാടികളാണ്. ആ പൈസ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ബിനാമികൾക്കൊക്കെ കൊടുക്കുന്നതാണ്, ചെറിയ ചെറിയ തുകകൾ. വിദേശത്ത് നിന്നൊന്നും സ്വീകരിക്കരുത്. ഫെഡറൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമുണ്ട്. അത് വെച്ചിട്ട് 2016 ബ്രൂക്ലിൻ, ഇയാൾക്ക് ബ്രൂക്ലിൻ്റെ ഒരു തുർക്കി സെൻറ്റർ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ പല സെൻറ്ററുകൾ ഓരോ രാജ്യക്കാരുണ്ടാക്കുമല്ലോ. ബ്രൂക്ലിനിലെ ടർക്കിഷ് സെൻറ്ററുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ ഇയാളോട് പറഞ്ഞു, ഈ തുർക്കി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഇത് തുർക്കി സർക്കാരിൻ്റെ ആണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഇത് വിമതന്മാരുടെ ആണെന്ന് ഇയാൾക്ക് പറഞ്ഞു കൊടുത്തു. അതുവരെ ഇതുമായിട്ട് ഇയാൾ ബന്ധപ്പെട്ട് നിന്നിരുന്നു. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇയാൾ ബന്ധം വിച്ഛേദിച്ചു. അപ്പോൾ തുർക്കി സെൻറ്ററുമായിട്ട് തുർക്കിയുമായി ബന്ധപ്പെട്ട സകലതുമായിട്ട് ഇയാൾക്കൊരു ബന്ധം. 2021 ഈ കോൺസുലർ ബിൽഡിങ് നേരത്തെ പറഞ്ഞത്, എർദോഗൻ വരുമ്പോൾ നിങ്ങൾ ഇനി ഫയർ പരിശോധനയൊക്കെ നടത്താതെ, എർദോഗൻ ഏതായാലും വരുന്ന ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇത് മുഴുവൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടണമല്ലോ എല്ലായിടത്തും. ഫയർ പരിശോധനയുടെ സർട്ടിഫിക്കറ്റും വേണമല്ലോ. അത് ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നേക്കാൻ പറഞ്ഞിട്ട് ഈ ചെയ്തത് ഈ പരിപാടി.
അവിടെ അമേരിക്കയിൽ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ധാരാളം പരിപാടികൾ ശരിക്കും ഒരു ചാരപ്രവർത്തനം പോലെയാണല്ലോ ഇത് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ലിൻഡാ സണ്ണിൻ്റെത് നമ്മളിവിടെ ഒരെണ്ണം ചർച്ച നടത്തിയിരുന്നു. ലിൻഡാ സൺ എന്ന് പറഞ്ഞിട്ട് ചൈനയിലൊക്കെ ജനിച്ച ഒരു സ്ത്രീയാണ്, പക്ഷെ അമേരിക്കൻ പൗര ആണവർ. അവരുടെ ഭർത്താവും ചൈനീസ് ആണ്. അവർ ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചലിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫായിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ തായ്വാൻ്റെ ഏതെങ്കിലും തരത്തിൽ തായ്വാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ ഗവർണറുടെ അടുത്ത് വരുമല്ലോ, ഇതൊക്കെ തടയും ഇവർ. കാരണം ചൈനയും തായ്വാനും അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തായ്വാന് പ്രവേശനമില്ല. അതേസമയം ചൈനീസ് ഉദ്യോഗസ്ഥന്മാരോ ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഗവർണറുടെ അടുത്ത് പ്രവേശനം കിട്ടും. പിന്നെ ഗവർണറെ കൊണ്ട് ചൈനീസ് പുതുവത്സരത്തിന് ഈ കഴിഞ്ഞ ഓണം ആശംസയൊക്കെ അറിയിച്ചു. ഇവർ ഡ്രാഫ്റ്റൊക്കെ എഴുതി കൊടുത്തിട്ട്, അതുപോലെ ഈ പ്രസ്താവനകൾ വരുമല്ലോ ഗവർണറുടെ, അതിൽ ചൈന വിരുദ്ധമായിട്ട് ഈ കരട് തയ്യാറാക്കുന്ന ആളുടെ അടുത്ത് ഇവർ പോകും. എന്നിട്ട് ചൈന വിരുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യിച്ച് കളയും. ഇങ്ങനെ അതിന് പരോപകാരമായിട്ട് ഇവർക്ക് വലിയ ബംഗ്ലാവ്, ഫെറാറി കാറ് ഇതൊക്കെ ചൈന കൊടുത്തിരുന്നു, പണം. അതൊക്കെ വലിയ തുകകളാണ്. ഈ ആഡംസിൻ്റെ കേസ് പോലെ അല്ലത്. അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ ന്യൂജേഴ്സിയിലെ പഴയ ഗവർണർ ബോബ് മെൻഡസ് അങ്ങനെ ഈജിപ്തിൽ നിന്ന് ഫണ്ട് മേടിച്ചതായിട്ട് കണ്ടെത്തിയിരുന്നു. വിദേശ ഫണ്ട് മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ന്യൂജേഴ്സിയിലെ മുൻ സെനറ്റർ ബോബ് മെൻഡസ് ഇങ്ങനെ ചെയ്തതായിട്ട് ഖത്തറിന് വേണ്ടിയും അങ്ങനെ പ്രവർത്തിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പഴയ FBI ഏജൻറ്റ് റോബർട്ട് ഹാൻസൺ, അയാൾ FBI ചാരനായിരിക്കുമ്പോൾ തന്നെ റഷ്യയുടെ ചാരനും ആയിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 20 കൊല്ലം. എന്നിട്ട് 20 കൊല്ലമായിട്ടും കണ്ടുപിടിച്ചില്ല. 20 കൊല്ലം റഷ്യക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് 2001 അറസ്റ്റ് ചെയ്തത്. ജീവപര്യന്തം തടവ് കൊടുത്തു. പരോൾ ഇല്ലാത്ത ജീവപര്യന്തം കൊടുത്തു. CIA ഓഫീസർ ആൽഡ്രിച്ച് ആനസിനെ ഈ റഷ്യൻ ചാരനാണ് എന്ന് കണ്ടിരുന്നു. അപ്പോൾ 1994 അറസ്റ്റ് ചെയ്തു. അങ്ങനെ റഷ്യ, ചൈന, തുർക്കി ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അവിടെ വന്ന് ഇറാനും ഹാക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഈ ട്രംപിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇനിയിപ്പോൾ എന്തെങ്കിലും നടപടി ഉണ്ടാവും? ഇദ്ദേഹത്തിന് സ്ഥാനം ഇല്ലാതായി തീരുമോ? അതൊക്കെ വരും. എന്നിട്ട് ശിക്ഷ 20 വർഷം തടവ് കിട്ടും എന്നുള്ളതാണ്. അതിനുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ന്യൂയോർക്കിലൊരു മേയർ വലിയ സ്ഥാനമാണ്, അത് മര്യാദ ആകെപ്പാടെ അപമാനകരമാക്കി തീർത്തിരിക്കുന്നത്. കാരണം സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് വളരെ വൃത്തികെട്ട രീതിയിൽ ചെറിയ ചെറിയ തുകകൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഇങ്ങനെ ഇസ്ക്കുന്ന പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു MP, എറണാകുളത്ത് നിന്നുള്ളൊരു MP പണ്ട് ഡൽഹിയിലേക്ക് കാശുണ്ടാക്കാൻ ഉള്ള പരിപാടിയായിട്ട് കേട്ടിരുന്നത് ഇപ്പോൾ ഗൗതം ഒരു കാര്യം പറഞ്ഞിട്ടേ എനിക്കിന്ന കാര്യം നടത്തണം, അങ്ങനെ പല ആളുകൾ ചെല്ലുമല്ലോ ഇയാളുടെ അടുത്ത്, 20-25 പേര്. ഞാൻ ചെയ്തു തരാം, കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്ന് പറയും. അത് കൊണ്ടു കൊടുക്കും ഇവർ വിമാന ടിക്കറ്റ്. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പണം മേടിക്കും. 12,000 രൂപ വെച്ചൊക്കെ കിട്ടുമല്ലോ ഓരോന്നിലും. ഈ പുള്ളി ആകപ്പാടെ ഒരു കബളിപ്പുകാരനാണെന്നാണ് ഇപ്പം വ്യക്തമായിരിക്കുന്നത്. ഈ ചെറിയ ഒരു വൃത്തികെട്ട തട്ടിപ്പുകാരനും കൂടിയാണ്. 1,00,000, $2,000 ഇങ്ങനത്തെയൊക്കെ വെച്ചിട്ട് വലിയ തുകകൾ ആക്കിയെടുക്കുന്ന ഒരു പരിപാടി. അല്ലാതെ വാങ്ങിക്കുമ്പോൾ തന്നെ ഇയാൾ ധരിച്ചിട്ടുണ്ടാവാം ചെറിയ തുകകളൊക്കെ ആവുമ്പോൾ ഇതാരും ശ്രദ്ധിക്കാതെ കാണാതെ പോകുമായിരിക്കും. $2,000 അല്ലേ, വിട്ടേക്കാം എന്നൊക്കെ വിചാരിക്കും. ഇതിങ്ങനെ ഒരുപാട് ചെയ്യുമ്പോഴാണല്ലോ, ശീലമാവുകയാണല്ലോ. എല്ലാ ദിവസവും ഒരു 3 ആളെണ്ണം ചെയ്യുമ്പോഴാണ് ഇത് വലിയൊരു നെറ്റ്വർക്കിംഗ് ഒക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ പെട്ടുപോയതാണ് ഇങ്ങനെ. അമേരിക്കയ്ക്ക് തന്നെ അപമാനമായി. അടുത്ത് തന്നെ സ്ഥാനം തെറിക്കും. സ്ഥാനം തെറിക്കും. 20 കൊല്ലത്തേക്ക് തടവിലും പോകും. ഇപ്പോൾ കുറ്റപത്രമായി കഴിഞ്ഞല്ലോ. പിന്നെ ഇവിടുത്തെ പോലെ അവിടെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അടുത്ത കൊല്ലം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ തടവിലായിരിക്കും. അടുത്ത കൊല്ലം തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് മേയറിൻ്റെ. അതിൽ ആ സ്ഥാനവും പോയി. എന്തായാലും നാണം കെട്ടിരിക്കുകയാണ്. അതെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.